ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇന്ന് കാണാൻ പോയ ഒരു മൂവിയുടെ റിവ്യൂ ആണ്. ആക്ച്വലി ഈ വെള്ളിയാഴ്ച റിലീസായ കുറച്ച് സിനിമകളിൽ നല്ല കമൻസും റേറ്റിംഗും കണ്ടിട്ടാണ് ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ ഞാൻ ഇന്ന് ഫാമിലിയോടൊപ്പം പോയത്. ശരിക്കും പറഞ്ഞാൽ പ്രേമലു മൂവിക്ക് ശേഷം ഞാനിരിക്കുന്നത് തിയേറ്ററിലാണെന്ന് പോലും ഓർക്കാണ്ട് അത്ര എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയാണ് ബ്രൊമാൻസ്. ഇതിനകത്ത് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യു തോമസ് അങ്ങനെ കുറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ടിംഗ് റോളിൽ വന്ന ആ ക്യാരക്ടർ മൊത്തത്തിൽ ഈ സിനിമ തൂക്കിയെന്ന് തന്നെ പറയാം. അതുപോലെ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും, ഹണിബി ടൂയിലെ ജില്ലാം ജിലാലയ്ക്ക് ശേഷം നല്ലൊരു പാർട്ടി സോങ് ഇതിനകത്ത് നമുക്ക് ഗോവിന്ദ് വസന്ത സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്തെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണുന്ന ഒരു 30 മിനിറ്റ്സ് ഫൈറ്റിംഗ്, അത് സിനിമേനെ വേറെ ലെവലിൽ കൊണ്ടുവന്നെത്തിച്ചു. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിനകത്തെ മാത്യു തോമസ് അവതരിപ്പിച്ച ബിൻജോ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അതിനകത്ത് നമ്മൾ തണ്ണീർമത്തനിലെ ജെയ്സനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇതിനകത്ത് ഡയലോഗ്സ് അത് കുറച്ച് ക്ലാരിറ്റി കുറവും ആക്ടിങ് കുറച്ച് ഓവറായി പോയോ എന്നുള്ളൊരു ഡൗട്ടും എനിക്ക് ഫീൽ ചെയ്തു. അതൊഴിച്ചാൽ ഒരു 2.5 മണിക്കൂർ ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ബ്രൊമാൻസ്. എല്ലാവരും പോയി കാണുക.